വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. നാട് നമ്മളുടേതാണെന്ന തോന്നൽ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ശുചിത്വ പദ്ധതികൾ പരിപൂർണ വിജയത്തിലെത്തിക്കാൻ സാധിക്കൂവെന്ന് സംവിധായകനും സ്വച്ഛ് അംബാസിഡറുമായ ലാൽ ജോസ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭ സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ശുചിത്വ സന്ദേശങ്ങളുടെയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയാണ് ഷൊർണൂർ നഗരസഭ. നഗരസഭ നടപ്പിലാക്കിയ തിരിച്ചറിവ് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ലാൽ ജോസ് പറഞ്ഞു. നാട് നമ്മളുടേതാണെന്ന തോന്നൽ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ശുചിത്വ പദ്ധതികൾ പരിപൂർണ വിജയത്തിലെത്തിക്കാൻ സാധിക്കൂ. എപ്പോഴും ബോധവൽക്കരണം തുടരണമെന്നും ലാൽ ജോസ് പറഞ്ഞു. അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും ശുചിത്വമുള്ള നഗരസഭയായിട്ട് ഷൊർണൂർ മാറുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്, യാത്രികനാണ്. ഒരുപാട് രാജ്യങ്ങളിൽ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ക്ലീൻലിനെസ്, ഉദാഹരണത്തിന് ജപ്പാനിലൊക്കെ പോകുമ്പോൾ അവിടെ അവരെടുക്കുന്ന ഒരു കെയർ ഉണ്ട്. അത് ഗവൺമെന്റിന്റെ മിഷണറീസോ മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഓരോ ആളുകൾക്കും ഇത് നമ്മളുടേതാണ്, ഈ നാട് നമ്മുടേതാണെന്നുള്ളൊരു തോന്നലുണ്ടാവണം. ഈ കോർപ്പറേഷൻ പരിസരവും ഒക്കെ നമ്മളുടെ വീട് പോലെ തന്നെയാണ് എന്ന് ഓരോ ആളുകൾക്കും തോന്നുമ്പോഴേ ഇത് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുള്ളൂ. അവിടെ ചെറിയ കുട്ടികൾ പോലും നമ്മളറിയാതെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കവർ അങ്ങനെ നമ്മുടെ ഇത് വീണാൽ പുറകെ വരുന്ന ആള് അത് പറക്കും, നമ്മൾ അപമാനിതരാകും. അപ്പോൾ ആ ഒരു ശീലം സ്കൂളുകളിൽ കുട്ടികൾക്ക് അതിനുള്ള കോച്ചിങ് കൊടുക്കണം. അല്ലാണ്ടൊന്നും തനിയെന്ന ഒരാൾക്ക് അത് ഉണ്ടാവില്ല. നഗരസഭ സ്വച്ഛ സർവേഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ശുചിത്വ ബോധവൽക്കരണങ്ങളുടെയും ഉദ്ഘാടനം ലാൽ ജോസ് നിർവഹിച്ചു. റെയിൽവേയുടെ സഹായത്തോടെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വലിയ മതിലിലാണ് അതിമനോഹരമായ ചിത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ്, ലാൽ ജോസ് എന്നിവരും ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ വരച്ച CL സണ്ണി, നഗരസഭയിലെ കണ്ടിൻജന്റ് ജീവനക്കാരനായ ബിജു ജോസ്, ആനന്ദൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരവും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു. ലാൽ ജോസിനുള്ള ഉപഹാരം ചെയർപേഴ്സൺ കൈമാറി. ശുചിത്വ പ്രതിജ്ഞയുണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VK അനുരാജ്, ജനപ്രതിനിധികളായ സൗമ്യ, VK ശ്രീകൃഷ്ണൻ, ബിന്ദു, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ സന്തോഷ്, ആർട്ടിസ്റ്റ് CL സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വിവിധ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.